ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് രാജുവിന്റെ ഭാര്യ ചെയ്താ പോലെ തിരുമേനി. അമ്മ ചെയ്യേണ്ട കാര്യം അമ്മ തന്നെ ചെയ്യണം. മന്ത്രങ്ങളൊക്കെ തിരുമേനി കുട്ടിയോട് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു ഗത്യന്തരം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യ? ദേവിക്കറിയാലോ കാര്യങ്ങള്. രമ്യയുടെ മനസ്സിന് ഒരു സമാധാനം കൊടുക്കണേ. മറ്റൊരാളെ കല്യാണം കഴിച്ച് പോകാനുള്ള താല്പര്യം കൊടുക്കണേ. അവളുടെ കല്യാണം ഒന്ന് എത്രയും പെട്ടെന്ന് നടത്തി തന്നാൽ ഞാൻ അവിടെ വന്ന് ഒരു വെണ്ണ നിവേദ്യം നടത്തിക്കൊള്ളാമേ. ഇതെന്താ? മരുന്നും ഗുളികെ. ഇതെന്തിനാ? അസുഖം മാറാൻ. ആർക്കസുഖം? എന്താ അസുഖം? എനിക്കിപ്പോ അസുഖമൊന്നുമില്ലല്ലോ. എന്റെ മോളെ, ആ ഡോക്ടർ പറഞ്ഞത് ഈ മരുന്നുകളൊക്കെ ഒരു കോഴ്സൂടെ കഴിക്കണമെന്നാ. മരുന്ന് അയാളുടെ തലയെ കൊണ്ടൊഴുക്കി. അയാൾക്ക് അസുഖം. മോളെ, നിങ്ങളൊന്ന് പോകുന്നുണ്ട് എന്റെ മുന്നിന്ന്. നീ എന്തിനാ എന്നെ കടിച്ചു കയറാൻ വരുന്നത്? വേണ്ടാത്ത വയ്യാവേലിക്കും പോയി എന്നെ നാണം കെടുത്തിയതും പോരാ, ഇപ്പൊ അവള് എന്റെ മേക്കിട്ട് കയറാൻ വരുന്നോ? ആ, നീ തള്ളയും തല്ലി ഇവിടെ ഇരുന്നോ. അതെ, അവരവിടെ അടിപൊളിയായിട്ട് ജീവിക്കോ. ഇന്നാ നശിച്ചവന്റെ പിറന്നാളാ. അവനും അവളും ആ വേണവും കൂടി ദേ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കോ. രാധമയും പ്രിയച്ചൊന്നും കൂടെ പോയിട്ടില്ലല്ലോ. അവരെങ്ങനെ പോവാനാ? ആ വർമ്മയുടെ മകളും അവരും തമ്മില് ഭയങ്കര വഴക്കാ. വഴക്കാണല്ലോ. എനിക്കിതേ അത് കേട്ടാ മതി. എന്റെ രമ്യേ, നീ അവളുടെ കാര്യമൊക്കെ മനസ്സിന്ന് വിട്. ഞാൻ ആ മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുക്കാം. ഏതെങ്കിലും നല്ലൊരു ചെറുപ്പക്കാരൻ ഒത്തിണങ്ങി വന്നാൽ നിന്റെ കല്യാണം അങ്ങ് നടത്താം. എന്റെ കല്യാണത്തെ കുറിച്ച് ഓർത്ത് അമ്മ തല പോയിക്കണ്ട. മനസ്സിലായില്ല? ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അയാളെ തന്നെ കല്യാണവും കഴിക്കും. അതാരാ? ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപെട്ടരോ? മുത്തുപെട്ടു ഷേണായൊന്നും അല്ല, രാജു. അവന്റെ കല്യാണം കഴിഞ്ഞു. അവൻ ഭാര്യയുമായി പിറന്നാൾ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം അല്പം മുമ്പ് ഞാൻ പറഞ്ഞു. അവൻ തൽക്കാലം അവളുടെ കൂടെ അങ്ങനെ നടക്കട്ടെ. അതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു കൊടുത്തതാ. എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഒന്നുകിൽ അവനോടൊപ്പം ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഞാനങ്ങ് പോവും. എന്റെ മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? അമ്മ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് എനിക്ക് രാജുവിനോടുള്ള പ്രേമത്തെ പറ്റിയ. ആ ഋതികനെ രാജുവിനെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വന്നതുപോലെ അവള് തിരികെ പോ. അവള് രാജുവിനെ വിട്ടു പോയില്ലെങ്കിലേ അവളെ ഞാനങ്ങ് കൊല്ലും. എന്നിട്ട് രാജുവിനോടൊപ്പം ഞാൻ ജീവിക്കും. അവള് കൊല്ലൂന്നൊക്കെ പറയാൻ അവൾ ബ്രോയിലർ കോഴിയൊന്നും അല്ല. സൂര്യമംഗലം കൊട്ടാരത്തിലെ പെണ്ണാണ്. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഏക മകളാ. അവളെ കൊല്ലുവെന്ന് ഞാൻ പറഞ്ഞത് സത്യമാ. രാജുവിനെ എനിക്ക് വേണം. അവന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറില്ല. എനിക്ക് ഉറപ്പുണ്ട് രാജുവിനെ വിട്ടവള് പോവുമെന്ന്. എന്റെ ഈ കഴുത്തില് രാജുവിന്റെ മിന്നുമല വീഴും, വീഴ്ത്തും. അതുവരെ ഞാൻ പൊരുതും. എന്റെ ദൈവമേ, ഇത് എന്തൊരു പരീക്ഷണമാ. ഇപ്പോ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താങ്ങളെ? രാജുവിന്റെ പിറന്നാള് ദിവസം രാധമ്മ പ്രത്യേകം നടത്തുന്ന വഴിപാടാ പൂപ്പറ.
ഇവന് 2 വയസ്സുള്ളപ്പോ മുതല് നടത്തിപ്പോന്നതാ. ഇവന്റെ ആയുസിന് തന്നെ ആപത്തുള്ള ഒരു രോഗം വന്നപ്പോ അവള് നേർന്നതാ. ദേവിയുടെ നാളും ഇവന്റെ നാളും ഒന്നാ. മകം ഇന്ന് പൂപ്പറ നടത്തണം. പൂപ്പറ ദേവിക്ക് സമർപ്പിക്കണമെങ്കിൽ അമ്മ വേണ്ടേച്ചാ? എന്തോ മന്ത്രോ ജപമൊക്കെ ഇല്ലേ? മന്ത്രങ്ങളുണ്ട്. അത് തിരുമേനി മോളോട് പറഞ്ഞു കൊടുക്കും. ആ, മോള് നടത്തിയാലും മതി. അമ്മയ്ക്ക് വരാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂടാ? പക്ഷെ ഞങ്ങളെ അത് രാധമ്മ തന്നെ നടത്തേണ്ട വഴിപാടല്ലേ? അതെ, നെൽപ്പറയും മഞ്ഞൾപ്പറയും പൂപ്പറയും എല്ലാ ദേവീക്ഷേത്രങ്ങളും ഉണ്ട്. പക്ഷേ മകന്നാളിലെ പൂപ്പറയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. 10-26 കൊല്ലായിട്ട് രാധമ്മ നടത്തിപ്പോന്ന വഴിപാടല്ലേ. നിങ്ങൾ വാ. വാ മേഡം. ദേവി അമ്മേ, രാജുന് ആയുസ്സും ആരോഗ്യം കൊടുക്കണേ. എല്ലാവിധ നന്മകളും നൽകണേ. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം നൽകണേ. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കാത്തുകൊള്ളണേ. ആഹാ, പിറന്നാളുകാരൻ വന്നല്ലോ. രാജുവിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും. നന്ദി തിരുമേനി. അല്ല, രാധമ്മ എവിടെ? അവള് വന്നില്ല. അവൾക്ക് പനിയാ. അത് കഷ്ടായല്ലോ. രാജുവിന്റെ പിറന്നാളിനുള്ള പ്രത്യേക വഴിപാടല്ലേ പൂപ്പറ? അത് പിറന്നാളുകാരന്റെ അമ്മ തന്നെയല്ലേ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ടത്? അത് രാജുവിന്റെ ഭാര്യ ചെയ്താ പോലെ തിരുമേനി. അമ്മ ചെയ്യേണ്ട കാര്യം അമ്മ തന്നെ ചെയ്യണം. മന്ത്രങ്ങളൊക്കെ തിരുമേനി കുട്ടിയോട് പറഞ്ഞു കൊടുത്താ മതി. ഒരു ഗത്യന്തരം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യ? ദേവിക്കറിയാലോ കാര്യങ്ങള്. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. മോളെ, വർമ്മസാറിന് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. എനിക്കൊന്ന് വർമ്മസാറിനെ കാണണം. ഒരു ദിവസം ഞാനങ്ങോട്ട് വരാം. കഴിഞ്ഞ ഒരു ദിവസം മോളുടെ മുത്തശ്ശി ഇവിടെ വന്നിരുന്നു. സൂര്യമംഗലത്തെ സരസ്വതി അമ്മയും മോളുടെ അനിയത്തിക്കുട്ടിയും ഉണ്ടായിരുന്നു. അമ്മമ്മ പറഞ്ഞു. അകലേ